പാലക്കാട് ഒറ്റപ്പാലത്ത് ആധുനിക രീതിയിൽ കോടതി സമുച്ചയം യാഥാർത്ഥ്യമാകുന്നു. കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ കയ്യിലുള്ള 70 സെന്റ് സ്ഥലത്താണ് ആധുനിക രീതിയിൽ കോടതി സമുച്ചയം നിർമ്മിക്കുന്നത്. കോടതി സമുച്ചയത്തിന് അംഗീകാരം ലഭിച്ചതായി അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA പറഞ്ഞു. 160 വർഷം പഴക്കമുള്ള ചരിത്രപ്രസിദ്ധമായ ഒറ്റപ്പാലം കോടതി സമുച്ചയം ഇനി സ്മാരകമായി മാറും. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഈ കെട്ടിടത്തിന് ചരിത്രപരവും പുരാവസ്തുശാസ്ത്രപരവും രാഷ്ട്രീയവുമായ പ്രാധാന്യമുണ്ട്. മാത്രമല്ല സുപ്രധാനപരമായ നിരവധി വിധികളും പുറപ്പെടുവിച്ച കോടതിയാണ് ഒറ്റപ്പാലത്തുള്ളത്. അതിനാൽ നിലവിലെ കോടതി പൊളിക്കാതെ സ്മാരകമായി സംരക്ഷിക്കും. ആധുനിക കോടതി സമുച്ചയം നിർമ്മിക്കുന്നതിനായി ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷന് സമീപത്തെ കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ കയ്യിലുള്ള 70 സെന്റ് സ്ഥലം അനുവദിച്ചു എന്ന് അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA പറഞ്ഞു. ഇറിഗേഷൻ വകുപ്പ് അത് കോടതി നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥലം നൽകാമെന്ന് ഈ കഴിഞ്ഞ ജൂലൈ മാസം 11-ാം തീയതി നിയമസഭയിൽ MLA എന്ന നിലയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടിയായി ബഹുമാന്യനായിട്ടുള്ള ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ, സ്ഥലവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടത് റവന്യൂ വകുപ്പാണ്. തുടർന്ന് ആഭ്യന്തര വകുപ്പ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് ജയിൽ വരുന്നത്. സ്വാഭാവികമായിട്ടും റവന്യൂ വകുപ്പിൻ്റെയും തുടർന്ന് ആഭ്യന്തര വകുപ്പിൻ്റെയും നല്ല ഇടപെടലിൻ്റെ ഭാഗമായി നമുക്ക് എത്രയും പെട്ടെന്ന് അത് യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് പോകാൻ സാധിക്കും. 23.5 കോടി രൂപ ചെലവഴിച്ചാണ് ആധുനിക രീതിയിൽ 8 നിലകളിലായി കോടതി നിർമ്മിക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് നിർമ്മാണം ആരംഭിക്കും. ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്, പാലക്കാട്.